നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. പാകിസ്ഥാനിൽ 1999 ആവർത്തിക്കാൻ പോകുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഒരു അട്ടിമറി പ്രതീക്ഷിക്കാം. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് കൊല്ലപ്പെടും, അല്ലെങ്കിൽ തുറുങ്കിലടയ്ക്കപ്പെടും. അസിം മുനീർ പാകിസ്ഥാന്റെ അധികാരം പിടിക്കും. പട്ടാള ഭരണത്തിന് പാകിസ്ഥാനിൽ വമ്പൻ കളി നടക്കുന്നു. അസിം മുനീർ അമേരിക്ക സന്ദർശിച്ചത് പാക് സർക്കാരിനെ അട്ടിമറിച്ച് ഭരണം പിടിക്കുന്നതിന് ട്രംപിന്റെ പിന്തുണ തേടിയെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും റിപ്പോർട്ട്. നവാസ് ഷെരീഫിന്റെ ഗതി സഹോദരൻ ഷഹബാസ് ഷെരീഫിനെയും കാത്തിരിക്കുന്നു. ഇന്ത്യക്കിട്ട് പണിയാൻ അസിം മുനീറിന്റെ കൂട്ടുപിടിച്ച ഷഹബാസ് കാളകൂട വിഷത്തിനാണ് പാലൂട്ടിയത്. പാകിസ്ഥാനിൽ മറ്റൊരു പർവേസ് മുഷറഫ് ആകാൻ അസിം മുനീർ ശ്രമിക്കുന്നു. 1998 നവാസ് ഷെരീഫ് സർക്കാരാണ് മുഷറഫിനെ സൈനിക മേധാവിയാക്കിയത്. അതേ നവാസ് ഷെരീഫിനെ ഒറ്റ രാത്രി കൊണ്ട് അട്ടിമറിച്ച് ജയിലിലാക്കി മുഷറഫ് 1999 ഒക്ടോബർ 13 അധികാരം പിടിച്ചു. അതുപോലൊരു അട്ടിമറിക്കാണ് ഇപ്പോൾ നീക്കം നടക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ. പാകിസ്ഥാനിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് അപകടകരമായ സാഹചര്യമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകരുടെയും വിലയിരുത്തൽ. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ദുർബലപ്പെടുത്തി നിയന്ത്രണം കൈയാളുകയാണ് അസിം മുനീറും പട്ടാളവും. ഇതിനെ ചെറുക്കാൻ ഷഹബാസ് ഷെരീഫിന് കഴിയുന്നില്ല. കാരണം പാക് ചരിത്രത്തിലെ ഏറ്റവും ദുർബലനായ ഭരണാധികാരിയാണ് ഷഹബാസ് ഷെരീഫ്. ഒരു പട്ടാള മേധാവി പാലിക്കേണ്ട മര്യാദകളെല്ലാം കാറ്റിൽ പറത്തുകയാണ് അസിം മുനീർ. ഭരണം കൈവിട്ടു പോകുന്നുവെന്ന് ഷഹബാസിനും ഏതാണ്ട് ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അസിം മുനീറിനെ പ്രതിരോധിക്കുന്നതിനുള്ള നീക്കം നടത്തുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി. അതിന്റെ ഭാഗമായിരിക്കാം ഇന്ത്യയോടുള്ള കൊലവിളി നിർത്തിയിരിക്കുകയാണ് ഷഹബാസ്. ഇപ്പോൾ ഇന്ത്യയുമായി ചർച്ചയ്ക്കൊരു വഴി തുറന്നു കിട്ടാൻ കാത്തിരിക്കുകയാണ് അദ്ദേഹം. അസിം മുനീറിനെ തീർത്തു കെട്ടാൻ ഇന്ത്യയുടെ കാല് പിടിക്കേണ്ട ഗതികേടിലേക്കും ഷഹബാസ് എത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് അസിം മുനീറും ഷഹബാസ് ഷെരീഫും തമ്മിൽ ഇടഞ്ഞിരുന്നു. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ ആക്രമിച്ചപ്പോൾ തിരിച്ച് ഇന്ത്യൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അസിം മുനീർ സ്വന്തം നിലയ്ക്കാണ് ആക്രമണം നടത്തിയത്. പാക് ഭരണകൂടത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. പാക് പട്ടാളത്തെ അണിനിരത്തി കൈവിട്ട കളി കളിച്ചു അസിം മുനീർ. അതിന് ഇന്ത്യയിൽ നിന്ന് തലങ്ങും വിലങ്ങും മേടിച്ചുകൂട്ടി. പാക് പ്രധാനമന്ത്രിയുടെ കൊട്ടാര മുറ്റത്തിട്ടും സൈനിക ആണവ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലും ഇന്ത്യ തീതുപ്പി. ഇതിന് പിന്നാലെ അസിം മുനീറിനെ ഷഹബാസ് ഷെരീഫ് കുറ്റപ്പെടുത്തി. ഇരുവരും തമ്മിൽ ഈ വിഷയത്തിൽ രണ്ട് ചേരിയിലായെന്നായിരുന്നു റിപ്പോർട്ടുകൾ. പാക് സൈനിക മേധാവി രാജ്യസുരക്ഷയെ വ്യക്തി താൽപര്യങ്ങൾക്കായി ബലികഴിച്ചുവെന്ന് ഷഹബാസ് വിമർശിച്ചു. മുനീറിനെ മാറ്റി പകരം മറ്റൊരാളെ പട്ടാള മേധാവിയാക്കാൻ വരെ ചർച്ച നടന്നുവെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ പാക് പട്ടാളത്തെ തന്റെ ഉള്ളംകൈയിലാക്കി കഴിഞ്ഞിരുന്നു അപ്പോഴേക്ക് അസിം മുനീർ. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ ഫീൽഡ് മാർഷൽ പദവി മുനീർ എടുത്ത് പോക്കറ്റിലങ്ങിട്ടത്. പാക് സർക്കാർ അറിഞ്ഞുകൊടുത്തതല്ല, പിടിച്ചു വാങ്ങിയതാണ്. ഷഹബാസ് ഷെരീഫ് ഭരണത്തിലിരിക്കുന്നത് അസിം മുനീറിന് തടസ്സമാണ്. ഒരു പരിധി വിട്ട് ഇന്ത്യയെ കൈവയ്ക്കുന്നതിന് ഷഹബാസ് കൂടെ നിൽക്കില്ല. അതിന് കാരണം ഇന്ത്യ പാകിസ്ഥാനെ മുച്ചൂടും തകർക്കുമെന്ന് ഷഹബാസിന് കൃത്യമായി അറിയാം. ആ പേടിയാണ്. അസിം മുനീറിന്റെ ആവശ്യം കശ്മീർ പിടിക്കുക, ഇന്ത്യയുടെ നാശം കാണുക, ഇത് മാത്രമാണ്. തനിക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്ന ഷഹബാസിനെ അട്ടിമറിച്ച് ഭരണം പിടിച്ചാലേ ഇന്ത്യക്ക് നേരെ തന്റെ പദ്ധതി നടക്കൂവെന്ന് ബോധ്യപ്പെട്ട അസിം മുനീർ ഇപ്പോൾ അതിനുവേണ്ടിയുള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ. നിലച്ചിരിക്കാതെ അമേരിക്ക കൈകൊടുത്തത് അസിം മുനീറിന് കൂടുതൽ ബലമായി. സാധാരണ രാഷ്ട്രതലവന്മാരെയാണ് അത്താഴ വിരുന്നിന് അമേരിക്ക ക്ഷണിക്കാറുള്ളത്. എന്നാൽ കീഴ്വഴക്കം തെറ്റിച്ച് പട്ടാള മേധാവിയെ വിളിച്ചതിന് പിന്നിൽ ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ട്രംപിനറിയാം ഷഹബാസ് വെറും ദുർബലനാണെന്ന്. തന്റെ ഒരു നീക്കങ്ങളും അവിടെ നടക്കില്ല എന്നും ട്രംപിനറിയാം. രണ്ടാമത്തേത്, അസിം മുനീറിനെ കൊണ്ട് മാത്രമേ ട്രംപിന്റെ പദ്ധതികൾ നടപ്പാകൂ. അതിന് പകരം അസിം മുനീർ ട്രംപിന് മുന്നിൽ വെച്ചിരിക്കുന്ന നിബന്ധന പാകിൽ പട്ടാളം ഭരണം പിടിച്ചാൽ രാജ്യത്തെ അംഗീകരിക്കണം, പാക് സർക്കാരിന് കൊടുക്കുന്ന അതേ പിന്തുണ തങ്ങൾക്കും തരണമെന്ന് തന്നെയായിരിക്കും. പാകിസ്ഥാനിൽ പട്ടാള ഭരണം വന്നാൽ ഇന്ത്യ ആശങ്കപ്പെടണം. പണ്ട് പർവേസ് മുഷറഫ് അധികാരം പിടിച്ചതിന് ശേഷം ഇന്ത്യക്ക് നേരെ നടന്ന ചതികൾ ചില്ലറയല്ല. ഒരു പർവേസ് മുഷറഫ് ആകാനാണ് അസിം മുനീർ ശ്രമിക്കുന്നത്. ഇന്ത്യക്ക് ഒരിക്കലും മറക്കാനാകാത്ത പേരാണ് പാക് മുൻ പ്രസിഡന്റ് പർവേസ് മുഷറഫിന്റേത്. 1999 വിഖ്യാതമായ കാർഗിൽ യുദ്ധകാലത്ത് പാക് സൈനിക മേധാവിയായിരുന്നു മുഷറഫ്. ഒരു വശത്ത് സമാധാന ശ്രമം നടക്കുമ്പോൾ മറുവശത്ത് ഇന്ത്യയെ വഞ്ചിച്ചുകൊണ്ട് നുഴഞ്ഞുകയറ്റം നടത്താൻ ഉത്തരവിട്ടത് മുഷറഫായിരുന്നു.
മുഷറഫ് സൈനിക മേധാവിയായിരുന്ന കാലത്താണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നിരന്തരം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചത്. കാർഗിലിലേക്ക് നുഴഞ്ഞു കയറാനുള്ള പാക് പദ്ധതി ആസൂത്രണം ചെയ്തത് മുഷറഫിന്റെ നേതൃത്വത്തിലായിരുന്നു. മഞ്ഞുകാലത്ത് ബങ്കറുകൾ ഉപേക്ഷിച്ച് പിന്മാറുക എന്നതായിരുന്നു ഇരു രാജ്യങ്ങളും അതിർത്തിയിൽ അനുവർത്തിച്ചിരുന്ന രീതി. എന്നാൽ ഇന്ത്യൻ സൈന്യം ഉപേക്ഷിക്കുന്ന ബങ്കറുകളും പോസ്റ്റുകളും പിടിച്ചെടുക്കാൻ പാക് സൈന്യം പദ്ധതിയിട്ടു. ഒരു വശത്ത് സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെയായിരുന്നു മറുവശത്തൂടെ ഈ ചതി. 135 ഇന്ത്യൻ മിലിറ്ററി പോയിന്റുകൾ പാക് സൈന്യം പിടിച്ചെടുത്തു. 130 ചതുരശ്ര കിലോമീറ്റർ ഇന്ത്യൻ മണ്ണ് സ്വന്തമാക്കി. കാർഗിൽ വഞ്ചന എന്നറിയപ്പെടുന്ന ആ നടപടി ആസൂത്രണം ചെയ്തത് പർവേസ് മുഷറഫിന്റെ നേതൃത്വത്തിലായിരുന്നു. ഇത് കാർഗിൽ യുദ്ധത്തിലേക്ക് നയിക്കുകയായിരുന്നു. 1998 അന്നത്തെ പ്രധാനമന്ത്രി നവാസ് ഷെരീഫാണ് പർവേസ് മുഷറഫിനെ രാജ്യത്തിന്റെ സായുധ സേനയുടെ തലവനായി നിയമിച്ചത്. എന്നാൽ യുദ്ധാനന്തരം ഇരുവരും തമ്മിൽ തെറ്റി. പർവേസ് മുഷറഫ് ശ്രീലങ്കൻ സന്ദർശനം കഴിഞ്ഞ് തിരികെ പാകിസ്ഥാനിലേക്കുള്ള വിമാനത്തിലേറുന്നതിനിടെ മുഷറഫിനെ പിരിച്ചുവിടാനുള്ള തീരുമാനം നവാസ് ഷെരീഫ് പ്രഖ്യാപിക്കുന്നു. എന്നാൽ മുഷറഫിന്റെ പ്രതികരണവും വളരെ പെട്ടെന്നായിരുന്നു. വിമാനം പാക് മണ്ണിൽ ലാൻഡ് ചെയ്തതും മുഷറഫ് പട്ടാളത്തോട് രാജ്യത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ആവശ്യപ്പെട്ടു. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പാകിസ്ഥാന്റെ ചീഫ് എക്സിക്യൂട്ടീവായി മുഷറഫ് സ്വയം അവരോധിച്ചു. അതേ മാതൃകയാണ് അസിം മുനീറും പയറ്റുന്നത്. ഇയാൾ തലപ്പത്ത് വന്നാൽ ഇന്ത്യക്കെതിരെ ചതികൾ ആവർത്തിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യുദ്ധവെറിയനും മതഭ്രാന്തനുമാണ് അസിം മുനീർ. തന്റെ കാലത്ത് കശ്മീർ പിടിച്ചെടുത്ത് പാക്കിനോട് ചേർക്കണം. കശ്മീർ പിടിച്ചെടുത്ത ചരിത്രം തന്റെ പേരിൽ എഴുതി ചേർക്കപ്പെടണം. ഇതൊക്കെയാണ് അസിം മുനീറിന്റെ ലക്ഷ്യം. കശ്മീരിനെ സംബന്ധിച്ച് പാകിസ്ഥാന്റെ നിലപാട് വ്യക്തമാണ്. കശ്മീർ പാകിസ്ഥാന്റെ മഹാധമനിയാണെന്ന് പലതവണ മുനീർ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കും. ഒരിക്കലും ഞങ്ങൾ അത് മറക്കില്ല. കശ്മീരി സഹോദരന്മാരുടെ വീരോചിതമായ പോരാട്ടത്തിൽ അവരെ ഉപേക്ഷിക്കില്ല. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് പാകിസ്ഥാന്റെ കഥ പറഞ്ഞു കൊടുക്കണമെന്ന് അസിം മുനീർ ആവശ്യപ്പെട്ടു. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമ്മൾ ഹിന്ദുക്കളിൽ നിന്ന് വ്യത്യസ്തരാണെന്ന് നമ്മുടെ പൂർവികർ കരുതിയിരുന്നു. നമ്മുടെ മതങ്ങൾ, ആചാരങ്ങൾ, പാരമ്പര്യങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ എല്ലാം വ്യത്യസ്തമായിരുന്നു. അതായിരുന്നു ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിത്തറ. ഇന്ത്യ നമ്മുടെ ശത്രുവാണെന്ന് നമ്മുടെ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കണമെന്ന് പ്രഖ്യാപിച്ച വിഷമാണ് അസിം മുനീർ. ഭീകരരിലേക്ക് ഇന്ത്യ വെറി കുത്തിവെക്കുന്നതിൽ പ്രധാനി പട്ടാള മേധാവിയാണ്. ആണവ യുദ്ധത്തിനും മുനീർ മടിക്കില്ല. ഭാവിയിൽ ഏറ്റുമുട്ടലുണ്ടായാൽ റിലയൻസ് എണ്ണ ശുദ്ധീകരണശാല തകർക്കും തുടങ്ങിയ ഭീഷണികളുമായി പാക് സൈനിക മേധാവി ജനറൽ അസിം മുനീർ രംഗത്തെത്തിയതോടെയാണ് ഈ അപകടം നമ്മൾ മുന്നിൽ കാണേണ്ടത്. ആണവ ബട്ടന്റെ നിയന്ത്രണം മതഭ്രാന്തൻ നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ സൈന്യത്തിനാണ്. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ ദുർബലപ്പെടുത്തി എങ്ങനെയും അധികാരം കൈയാളുക എന്ന ലക്ഷ്യമാണ് ഇപ്പോൾ അസിം മുനീറിന് മുന്നിലുള്ളത്. ഗൗരി, ഷഹീൻ, ഗസ്നവി തുടങ്ങിയ മിസൈലുകൾക്കൊപ്പം 130 ആണവ പോർമുനകൾ ഇന്ത്യക്ക് വേണ്ടി മാത്രമാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്ന് കഴിഞ്ഞ ഏപ്രിലിൽ ഒരു പാക് മന്ത്രി പ്രസ്താവിച്ചതുകൂടി കണക്കിലെടുക്കുമ്പോൾ അയൽക്കാർ എത്രത്തോളം അപകടകാരികളാണെന്ന് തിരിച്ചറിയണമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെയും അഭിപ്രായം. എന്തായാലും ഷഹബാസ് ഷെരീഫിന്റെ തല അസിം മുനീറിന്റെ കൈക്കുള്ളിലാണ്. എപ്പോൾ വേണമെങ്കിലും ഷഹബാസ് ഷെരീഫ് കൊല്ലപ്പെടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അധികാരം പിടിക്കാനാണ് മുനീർ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിൽ വലിയ ലഹളകൾ ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത ഇൻസൈഡ്.